ഒ ഹെൻറി പറയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എഴുതിയതിൽ നിന്ന് എന്നെ ഞാനാക്കിയ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെയില്ല. ഈ കുട്ടി ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യൻ്റായ കുട്ടിയായിരുന്നു. ആരാണ് ഗൗരി? ഗൗരി ഒരു സ്ത്രീയായിരുന്നു. ആ ഉത്തരത്തിൽ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പപ്പേട്ടൻ്റെ വായനക്കാർ സംതൃപ്തരല്ല. ദയവ് ചെയ്ത് കൂടുതൽ ചോദിച്ച് എന്നെ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്ത ഒരൊറ്റ വിദ്യാർത്ഥിയേ ഉള്ളൂ. അത് ഞാനായിരുന്നു. ജനങ്ങളുടെ മനസ്സ് വറ്റിപ്പോയിട്ടൊന്നുമില്ല. ആ കൊച്ചു കഥ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരൊറ്റ കഥ ഒരു പുസ്തകമാക്കി വളരെ മനോഹരമായി ഒരു ഡീലക്സ് എഡിഷനാക്കി ഇറക്കുവാൻ പോകുന്നു. കൊട്ടേഷൻ ഞാൻ പറയാം. സാഹിത്യത്തിലെ പുറം വരാന്തയിൽ കിടന്നിരുന്ന ചെറുകഥയെ അകത്തളത്തിലെ ചാരികസേരയിൽ പ്രതിഷ്ഠിച്ചു. ഇതാര് പറഞ്ഞതാണ്? അങ്ങയുടെ കഥകളെ സംബന്ധിച്ച് ഇതാരാ പറഞ്ഞത്? ഉത്തരം ശരിയാണ്. ഒരു കയ്യടി കൊടുക്കാം. ജയിലിൽ താങ്കൾ ജയിലിൽ പോയിട്ടുണ്ട്. 15 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 15 ദിവസം പോയ ഒരു സിറ്റുവേഷൻ. ജഡ്ജിക്ക് ആളെ ജയിലിലേക്ക് അയച്ചാലും പോരാ, അവിടുത്തെ അനുഭവം ഒന്ന് വർണ്ണിച്ച് കേൾക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ സെഗ്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുകയാണ്. കോടതിയിലേക്ക് തിരിച്ചു പോയപ്പോൾ എനിക്ക് ആകെ പ്രയാസമുണ്ടായിരുന്നത് ഈ പുസ്തകോത്സവത്തിൻ്റെ സംഘാടകത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളൊരു ശക്തമായ ഒരു ടീം, അത് ആരായാലും ശരി, ആര് സെക്രട്ടറി ആയാലും ശരി, ആര് സ്പീക്കറായാലും ശരി, അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും, കാലാകാലം നിലനിൽക്കും എന്ന രീതിയിലേക്ക് ഈ KLIPF മാറി എന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതിന് ഇവിടുത്തെ സ്റ്റാഫിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ ഒരു സർക്കാർ ജീവനക്കാരുടെ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇത്രയും ഗംഭീരമായി നടത്തണമെങ്കിൽ അവർ അഹോരാത്രം അത്രയേറെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിൻ്റെ അർപ്പണ മനോഭാവം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിഫലം പറ്റി ചെയ്യുന്നതല്ല എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ പ്രത്യേകത. പൊതുവേ ഒരു ഇത് പറയാനുള്ളത്, പുറമേക്കൊക്കെ ഉള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, നിയമസഭാ ജീവനക്കാർക്ക് അത്രയധികം ജോലിയില്ല, അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതുണ്ട്. ഞാനിവിടെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം അവരുടെ ജോലി ഭാരം. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടാവാം, പക്ഷെ അത് വളരെ അപൂർവമാണ്. ഒരു 1-2% ബാക്കി എല്ലാവർക്കും നല്ല ജോലിയുണ്ട്. ആ ജോലിക്ക് പുറമെയാണ് ഈ ജോലി മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ വന്നു പോയതിൻ്റെ ഒരു അർത്ഥമില്ലാതെ ആവും. അതുകൊണ്ട് ഞാനത് എൻ്റെ അഭിനന്ദനം ഒന്നുകൂടെ എല്ലാവരും അറിയിക്കുക. നമ്മൾ പപ്പേട്ടനെ ക്ഷണിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ ഫസ്റ്റ് എഡീഷൻ നമ്മൾ നിയമസഭ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആ അവാർഡിന് അർഹനായത് പപ്പേട്ടനായിരുന്നു.
ആദ്യത്തെ അവാർഡ് അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം വീണ്ടും ഇത്തവണ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും ദൂരം താണ്ടി ഈ 96-ാമത്തെ വയസ്സിൽ നമ്മളെ തേടി വന്നിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അവഗണിച്ചുകൊണ്ട് വീൽ ചെയറിലിരുന്നു കൊണ്ട് വിമാനയാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആണ് അത് കാണിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകം കയ്യടി ഞങ്ങൾ നൽകുകയാണ്. പപ്പേട്ടൻ്റെ കഥകളെക്കുറിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് ആ കഥകളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കൂടെ പരിഗണിച്ചുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെറിയ കൊച്ചു വർത്തമാനങ്ങൾ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളൊരു മര്യാദയുടെ ഭാഗമായിക്കൊണ്ട് വളരെ ലളിതമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. പപ്പേട്ടനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ തോന്നുന്നു. അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ? ഒരു സങ്കല്പവുമില്ല. എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ചിട്ടുള്ള യാതൊരു സങ്കല്പവുമില്ല. ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒട്ടേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആ കാലഘട്ടത്തിലെ ഒരു സ്ഥിതി അതായിരുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വിദ്യാഭ്യാസം ചെറിയ ഞങ്ങൾ മരുമക്കത്തായ തറവാട്ടിൽ ജനിച്ച് വളർന്നവരാണ്. എൻ്റെ വലിയ അമ്മാവൻ നാട്ടിലെ ഏറ്റവും വലിയ ഭൂസ്വാമി പണക്കാരൻ. അദ്ദേഹം കുറച്ച് നെല്ല് തരും. ഭാര്യ വീട്ടിലാണ് താമസം. ഭാര്യ വീട്ടിലാണ് താമസം. അവിടെ ഭാര്യയുടെ സഹോദരിമാർ, അവരിൽ പിറന്ന മക്കൾ, അവരുടെ മക്കൾ, ഇവരെയൊക്കെ നോക്കി പഠിപ്പിച്ച് അങ്ങനെ വളരെ സുഖകരമായി അദ്ദേഹം ജീവിച്ചു. കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം അദ്ദേഹം തറവാട്ട് വീട്ടിൽ, ഞാനൊക്കെ താമസിക്കുന്ന വീട്ടിൽ വരും. അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ. വളരെ ഉയരം, വണ്ണം, നല്ല നിറം, ഘനഗംഭീര ശബ്ദം. വീട്ടിൻ്റെ പറമ്പിൻ്റെ ഗേറ്റിൻ്റെ അടുക്ക് എത്തുമ്പം അദ്ദേഹം ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും എനിക്കത് ഓർമ്മയാണ്. പിന്നീട് കാറ്റുപോലും അനങ്ങില്ല, അത്ര നിശബ്ദമായിരിക്കും. തൻ്റെ കർമ്മം, അമ്മയ്ക്ക് ശ്രാദ്ധമിടുക, ആ കർമ്മം കഴിഞ്ഞ ഉടനെ അദ്ദേഹം തൻ്റെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. കുറേ നെല്ല് തരും. അതൊരു കഷ്ടിച്ച് 5-6 മാസമോ മറ്റേ എത്തുള്ളൂ. പിന്നീട് എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്ന് പറയാൻ കഴിയില്ല. പശുവെ പോറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയായി വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. എൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ 4 മക്കളാണ്. ജ്യേഷ്ഠനാണ് മൂത്തത്. സെക്കൻഡ് ഫോമിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ വേർപാട്. വളരെ നല്ല ബ്രില്യൻ്റായ കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് പഠിപ്പ് ഏട്ടന് തുടങ്ങാൻ കഴിഞ്ഞില്ല.
ഞാനതൊന്നും വിസ്തരിച്ച് പറയുന്നില്ല. എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ് വരെ അന്ന് എലിമെൻ്ററി സ്കൂൾ എന്നാണ് പറയുക, 5ാം ക്ലാസ്. 8ാം ക്ലാസ് വരെ ഉള്ളത് ഹയർ എലിമെൻ്ററി സ്കൂൾ, പിന്നെ ഹൈസ്കൂൾ, 10ാം ക്ലാസ് സ്കൂൾ ഫൈനൽ. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്ത ഒരൊറ്റ വിദ്യാർത്ഥിയേ ഉള്ളൂ, അത് ഞാനായിരുന്നു. അടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്ന് നല്ല 1ാം തരം ശുദ്ധിയും തണുപ്പുമുള്ള വെള്ളം കുടിച്ചിട്ടാണ് ദാഹമല്ല വിശപ്പും അകറ്റിയിരുന്നത്. ദാരിദ്ര്യം എന്താണ്, വിശപ്പില്ലായ്മ എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഉള്ള അനുഭവമല്ല, ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു ഓർമ്മകളാണ്. പക്ഷേ ഞാൻ ഹൈസ്കൂൾ പഠിച്ച് കഴിയാറാകുമ്പോൾ ഞങ്ങൾ ഏതാണ്ടൊരു നല്ല നിലയിലെത്തിയിരുന്നു. അതൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ശ്രമം കൊണ്ടായിരുന്നു. പിന്നീട് എന്നെ 4 കൊല്ലം മംഗലാപുരത്തും 3 കൊല്ലം മദ്രാസിലും അയച്ച് പഠിപ്പിച്ചത് ജ്യേഷ്ഠനായിരുന്നു. തനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം അനുജന് കിട്ടണം എന്ന് വെച്ച് ഏറ്റവും മികച്ച കോളേജിൽ ഒന്നിനും ഒരു വിഷമവും അനുഭവിക്കാതെയാണ് ഞാൻ പഠിച്ചത്. ഒന്നിനും ഒരു വിഷമവുമില്ല. ഞങ്ങളുടെ നാട്ടിലെ, അതായത് കണ്ണൂരിലെ കുട്ടികളൊക്കെ അന്ന് നിവൃത്തിയുള്ള വീട്ടിലെ കുട്ടികൾ ഉപരിവിദ്യാഭ്യാസത്തിന് പോയത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. ജ്യേഷ്ഠൻ പറഞ്ഞത്, നീ അവിടെ പോകേണ്ട, ഒരു ചെറിയ ഹൈസ്കൂളിൽ നിന്ന് വലിയ ഹൈസ്കൂളിൽ പോകുന്നത് പോലെയാണ് അത്. നീ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു കോളേജിൽ പോയി പഠിക്കണം. ആ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അന്ന് മദ്രാസിൽ പ്രസിഡൻസി കോളേജ് നമ്പർ 1, തിരുനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജ്, പിന്നെ 3ാമത്തേത് മാംഗ്ലൂർ സൗത്ത് കന്നഡ മംഗലാപുരത്തെ കോളേജ്. ഞാൻ അവിടെയാണ് പഠിച്ചത്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ. പഠിച്ചു. ജഡ്ജി ആയിട്ടില്ല. നിയമം പഠിച്ചിരുന്നു അല്ലേ? പഠിച്ചിരുന്നു. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു കുറച്ച് കാലം. അതെന്തുകൊണ്ടാണ് അത് അഭിഭാഷകനായിട്ട് തുടരാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? എൻ്റെ ജ്യേഷ്ഠൻ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്. ഞാൻ കഴിക്കാൻ വളരെ വൈകിയിരുന്നു. ഞാൻ കഴിച്ചത് എൻ്റെ 31ാം വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഏട്ടൻ എത്രയോ മക്കളായി കഴിഞ്ഞിരുന്നു. ഓരോ കൊല്ലം 12 മറ്റോ മക്കളാണ് ഏട്ടനുണ്ടായിരുന്നത്. എനിക്ക് മക്കളെ ഉണ്ടായില്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ലൈബ്രറിയിൽ നിന്ന്, നല്ല ജോലിയാണ്, ഒരു പ്രൊഫസർ ഗ്രേഡാണ്. അവൾ രാജിവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അന്തസ്സുള്ള ജോലി, പുസ്തകങ്ങളുമായിട്ടുള്ള ഇടപെടൽ. അങ്ങനെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ എറണാകുളത്ത് സന്ധിക്കും, ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോകും. അതിലിടയ്ക്ക് കൊച്ചിയിൽ യൂണിവേഴ്സിറ്റി വന്നു. ഇവൾ കൊച്ചിയിലേക്ക് വന്ന ആദ്യത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്റ്റാഫുകളിൽ ഒരാൾ എൻ്റെ ഭാര്യയായിരുന്നു. പിന്നീട് എനിക്ക് കൊച്ചിയിലേക്കേ പോകണ്ടു. പക്ഷേ അന്ന് കൊച്ചിയിൽ FACT ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കാൻ തുടങ്ങി. അതിൻ്റെ മേധാവിയായിരുന്ന ശ്രീ MKK നായർ വളരെ മുമ്പ് തന്നെ എൻ്റെ സുഹൃത്തായിരുന്നു. അങ്ങനെ അവിടെ
സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ പണി വിട്ടുപോയത്. പിന്നെ വേറൊരു തമാശയും പറയാം. ഞാൻ വക്കീൽ പണി അവസാനിപ്പിച്ച് FACTയിൽ പോകുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് അത്രയും തുക FACTയിൽ നിന്നുണ്ടാക്കുവാൻ കൊല്ലങ്ങൾ വേണ്ടി വന്നിരുന്നു. വക്കീൽ പണി തീരെ മോശമായിരുന്നില്ല. ഇടയ്ക്ക് തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് ഹൈക്കോടതിയിലും വന്നിട്ടുണ്ട്. നമുക്ക് കഥകളെക്കുറിച്ച് ഒന്ന് ഓടിച്ച് സംസാരിക്കാം. എല്ലാ കഥകളിലും ഒരു പ്രത്യേകത എടുത്തു പറയാവുന്നത് ദയ എന്ന ഒരു കാരുണ്യത്തെ സംബന്ധിച്ചാണ്. അങ്ങയുടെ ഏറ്റവും അവസാനത്തെ കഥ, അതിൻ്റെ പേര് തന്നെ ദയ എന്നാണ്. കഴിഞ്ഞ 2 മാസം മുൻപ് മാതൃഭൂമി ആഴ്ചപതിപ്പിൽ അച്ചടിച്ചു വന്ന കഥ. ഈ 96ാമത്തെ വയസ്സിലെത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ആരംഭം, അതായത് ആദ്യത്തെ കഥ മുതൽ ഉടനീളം ഈ ദയ എന്ന അതിനെ ഉയർത്തി കാണിക്കാൻ ഇപ്പോഴും അതുതന്നെയാണോ നമ്മുടെ മനസ്സുകളിലുള്ള പൊതുവികാരം? അതായത് കഥയെ സമീപിക്കുന്നതിൻ്റെ ഒരു ദയ എന്നതാണോ അങ്ങയുടെ കഥകളിൽ ആളുകൾ, അനുവാചകർ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ജനങ്ങളുടെ മനസ്സ് വറ്റിപ്പോയിട്ടൊന്നുമില്ല. ആ കൊച്ചു കഥ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തിനാണ് ആ ഷോപ്പിലെ സ്ത്രീ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആ നായക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്? എന്തിനാണ് കൊണ്ട് കൊടുക്കുന്നത്? ആൾക്കാർ എറിഞ്ഞു വായിക്കും. ഇതല്ല. ദയയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാര്യം പറയാം. കേരളത്തിലെ ഒരു പ്രധാന പുസ്തക പ്രസാധകൻ ആ ഒരൊറ്റ കഥ ഒരു പുസ്തകമാക്കി വളരെ മനോഹരമായി ഒരു ഡീലക്സ് എഡിഷനാക്കി ഇറക്കുവാൻ പോകുന്നു. അത് അധികപക്ഷവും ഈ മാസം അവസാനം പുറത്തു വരും. അതുപോലെ തുടക്കം മുതലേ പപ്പേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, അതായത് എഴുത്തിനെ സമീപിക്കുന്ന രീതി. അതായത് എൻ്റെ സന്തോഷം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതുന്നു, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം. അതായത് ഒരു പ്രത്യേക ആധുനികത, അത്യന്താധുനികത, ആധുനികത എന്നൊക്കെ ഉള്ള ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാഹിത്യ ചിന്തകൾക്ക് പുറകെ പോകാതെ പെണ്ണെഴുത്ത് മുതലായ ഓരോ രീതികളെ അവലംബിക്കാതെ അല്ലെങ്കിൽ പിന്തുടരാതെ സ്വന്തമായ രീതിയിൽ അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഴുതുന്നു എന്ന് ഹെൻറിയെ ഉദ്ധരിച്ചുകൊണ്ട് സന്തോഷമാണ്. ഇപ്പോഴും ആ രീതി തന്നെയാണോ? അതുകൊണ്ടാണോ ഇപ്പോഴും എഴുതാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. പിന്നെ ഹെൻറി പറയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എഴുതിയതിൽ നിന്ന് എന്നെ ഞാനാക്കിയ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെയില്ല. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ചെറുകഥ വരാന്തയിൽ തന്നെയായിരുന്നു. ഒരു കൊട്ടേഷൻ ഞാൻ പറയാം, സാഹിത്യത്തിലെ പുറം വരാന്തയിൽ കിടന്നിരുന്ന ചെറുകഥയെ അകത്തളത്തിലെ ചാരുകസേരയിൽ പ്രതിഷ്ഠിച്ചു. ഇതാര് പറഞ്ഞതാണ്? അങ്ങയുടെ കഥകളെ സംബന്ധിച്ച് ഇതാരാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? NS മാധവൻ്റെ ആദ്യ പുസ്തകം ചൂളൈമേട്ടിലെ ശവങ്ങൾ, അതിന് അദ്ദേഹം എഴുതിയ മുഖവുരയിലാണ്. ഉത്തരം ശരിയാണ്, ഒരു കയ്യടി കൊടുക്കാം. അതുപോലെ ഇതിന് സമാനമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എഴുതിയിട്ടുണ്ട്. താങ്കളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ ഇതിന് സമാനമായ രീതിയിൽ. മനസ്സിലായില്ല. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സാഹിത്യത്തിലെ പുറം വരാന്തയിൽ നിന്നിരുന്ന ചെറുകഥ അകത്തളത്തിൽ പ്രതിഷ്ഠിച്ചു എന്ന്. ഇതിന് സമാനമായി അങ്ങയുടെ ഒരു കമൻ്റ് ഉണ്ട്, അങ്ങ് എഴുതിയിട്ടുണ്ട്, ഞാനത് ഓർമ്മപ്പെടുത്താം. അതായത് ധനിക വീട്ടിൽ വിരുന്ന് വന്ന, അതൊന്ന് പറയാമോ?
ധനിക ഗൃഹത്തിൽ ആ വിരുന്നിന് വന്ന ദരിദ്രനായ ബന്ധുവിൻ്റെ സ്ഥിതിയാണ് ചെറുകഥയ്ക്ക് ഇന്ന് ഉത്തരം മലയാളത്തിൽ ശരിയാണ്, കറക്റ്റാണ്. അപ്പോൾ രണ്ട് ഇത് point. എഴുതിയത് ഒരു 40 കൊല്ലം മുമ്പാണ്. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. ഇന്നും ഒരു ഉദാഹരണം പറയാം. ഈ വയലാർ അവാർഡ് അതിന് ഒരു നിയമാവലിയുണ്ട്. ഏതൊക്കെ ശാഖകളിൽപ്പെട്ട പുസ്തകത്തിനാണ് പുരസ്കാരം കൊടുക്കുക? നോവൽ, കവിത, നാടകം, ചരിത്രം, ആത്മകഥ, അങ്ങനെ 5 എണ്ണത്തിന്. ചെറുകഥ അതിലില്ല. അതിനെതിരായിട്ട് കിട്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പോരാടിയിരുന്നു, എതിർത്തിരുന്നു അതിശക്തമായിട്ട്. 15 കൊല്ലം വയലാർ അവാർഡ് കൊടുത്ത് തുടങ്ങിയതിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യമായി അവർ ചെറുകഥയെ കൂടി അതിൽ ഉൾപ്പെടുത്തി. വയലാർ അവാർഡ് ഇപ്പോൾ ഏതാണ്ട് ഒരു 50 കൊല്ലം ഏതാണ്ട് സമീപിക്കുകയാണ്. ചരിത്രത്തിൽ ഇതുവരെയായി ഒരാൾക്ക് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ, അതെനിക്കാണ്. ചെറുകഥയ്ക്ക് ഇവൻ്റെ ശല്യം പണ്ടാരമടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരിക്കും, അല്ലാതെ എൻ്റെ കൃതിയുടെ യോഗ്യത കൊണ്ടൊന്നും ആയിരിക്കില്ല. പിന്നെ സാധാരണഗതിയിൽ ഞാനത് വാങ്ങാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഞാനത് വാങ്ങി. അതിനൊരു കാരണമുണ്ട്. ഞാൻ വ്യക്തികളെ ബഹുമാനിക്കുന്നവനാണ്. അവൻ്റെ രാഷ്ട്രീയമോ ഒന്നും ഞാൻ നോക്കില്ല. ആ ബഹുമാനം അർഹിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അയാൾ ബഹുമാനിക്കും. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും എനിക്ക് ബാധകമല്ല. പി കെ വേലായുധൻ, വാസുദേവൻ നായരായിരുന്നു, PKV ആയിരുന്നു അന്ന് ഇതിൻ്റെ ചെയർമാൻ. ഞാനുമായിട്ട് വളരെ അടുത്ത സ്നേഹബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് അതൊരു സങ്കടമാകും. ആ ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ എത്രയോ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞവനാണ് ഞാൻ. യാത്ര എന്നൊരു കഥയെപ്പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ചില കഥകളിലും അത് ഒരു യാത്രയോ അല്ലെങ്കിൽ അതിൻ്റെ മധ്യേ ഇങ്ങനെ മഴയോ കാറ്റോ ചെറിയ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ കാട്ടാറ്, തോട്, ഇതൊക്കെ കടന്ന് കുന്നിൻ്റെ മുകളിലൂടെ അതിൻ്റെ താഴ്വരകളിലൂടെ അങ്ങനെ നടന്ന് ഈ കഥാകൃത്ത് ഒരു രാത്രിയുടെ ഇരുട്ടിൽ അപ്രത്യക്ഷമാകുന്ന ഒരു രംഗമുണ്ട്. രംഗമല്ല, അത് സാങ്കല്പികമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ കഥാകൃത്ത് ഒറ്റയ്ക്കാവുന്നത് അല്ലെങ്കിൽ ഈ ഏകാന്തത ഇഷ്ടപ്പെടുന്നത്, അത് എന്തിൻ്റെ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? മിക്ക കഥകളിലും ഇങ്ങനെ ഒരു പാരഗ്രാഫെങ്കിലും കാണാം. ഏകാന്തത തേടി ഈ കഥാകൃത്ത് ഈ കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ എങ്ങോട്ടോ മറിഞ്ഞു പോകുന്നുണ്ട്. അതൊരു തേടിപ്പോകുന്നതല്ല, സ്വയമേവ സംഭവിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഒരെഴുത്തുകാരൻ ആ പേരിന് അർഹതയുള്ള ഒരുത്തനാണെങ്കിൽ വെറുതെ ഞാനൊന്നൊരു എഴുത്തുകാരനായി കളയാമെന്നൊരു വിശ്വാസത്തിൽ അല്ലാതെ എഴുത്ത് തുടങ്ങിയ ഒരുത്തനാണെങ്കിൽ അവനെന്നും ഏകാഗി തന്നെ ആയിരിക്കും. മനസ്സിൽ ഏകാഗിയായിരിക്കും. അതുപോലെ ഈ രാത്രി എന്ന കഥയിൽ തന്നെ ആകാശത്തിൽ നക്ഷത്രങ്ങളും ഭൂമിയിൽ പൂക്കളുമുള്ള ഡിസംബറിലെ രാത്രിയിൽ ഒരു കുടിയേറി പാർപ്പുകാരൻ്റെ വീട്ടിൽ ചെന്നെത്തുന്നു. അവിടെ നിന്നും ഒരു മെഴുകുതിരിയും ചിരട്ടയും തള്ളിക്കൊണ്ടുപോകുന്ന സൈക്കിളിൽ അത് കെടാതെ കെട്ടിവെക്കുന്നു. ദുർഘടമായ വഴിയിൽ അങ്ങനെ ഈ യാത്രികൻ താണ്ടുന്നു. രാത്രിയിൽ വെള്ളപ്പൊക്കവും. ഇതും ഇങ്ങനെ ജീവിതം, നമ്മുടെ മനുഷ്യരുടെ ജീവിതം ചില മനുഷ്യരെയെങ്കിലും ഇത്തരം ദുർഘടങ്ങളിലേക്ക് എത്തിക്കുന്നില്ലേ?
അത് ഇന്നും ആ ഒരു സ്ഥിതിയുണ്ട്. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ദുർഘടമായ വഴികളിലേക്ക് ഈ പോകുന്ന രീതി പല കഥകളിലും അത് കാണുന്നുണ്ട്. അത് മിക്കവാറും ഒരു രാത്രിയോ തന്നെ ആയിരിക്കും, ഒരു രാത്രിയായിരിക്കും. ഉണ്ടായിരിക്കാം. കക്കോടി അങ്ങാടിയിലെ കഥ ഞാൻ മനസ്സിലായോ? എൻ്റെ അനുഭവം ഞാൻ എഴുതിയിരിക്കുന്നു 55. ഇത് മനുഷ്യൻ ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പ്രതീകാത്മകമായി അങ്ങ് പ്രസ്താവിച്ചതാണോ, അത് അങ്ങയുടെ കണ്ടെത്തലാണോ, അതോ അനുഭവമാണോ? പ്രതീകാത്മകമാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ടെത്തലാണെന്നും ഞാൻ അറിയില്ല. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ചു പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ദയ എന്ന കാരുണ്യത്തെക്കുറിച്ചാണ്. ഈ ദയ മിക്കവാറും ഏതെങ്കിലും പെൺകുട്ടിയിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലോ അത് പ്രത്യേകം ഉടലെടുക്കുന്നതായും അങ്ങ് പല കഥകളിലും അത് ദ്യോതിപ്പിക്കുന്ന രീതിയിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു കഥയിൽ ഇതിൽ തന്നെ രാത്രി എന്ന കഥയിൽ തന്നെയാണ് ഈ എത്തിച്ചേരുന്നത്. ഒരു പെൺകുട്ടി, കൂരിരുട്ട്, അതിൽ നിന്നും വരുന്ന പെൺകുട്ടിയുടെ നിറം പോലും കൂരിരുട്ടിൻ്റെ നിറമുള്ള പെൺകുട്ടി എന്നാണ് പറയുന്നത്. അവളൊരു തുണിത്തൊട്ടിലൊരു കുഞ്ഞിനെ ഉറക്കുകയാണ്. അതിൻ്റെ ഈണം കേൾക്കുന്നുണ്ട്. അങ്ങ് ദൂരേക്ക് സൗഭാഗ്യത്തിളമ്പേ, അങ്ങനെയാണ് ആ താരാട്ട് പറഞ്ഞത്. അപ്പോൾ ഹൃദയം എന്തിനോ വേണ്ടി മിടിക്കുന്നുണ്ട് അങ്ങ് അതിലേക്ക്. ഇത് ജീവിത അനുഭവമാണോ? അങ്ങ് അത് അവസാനം കണ്ണുകൾ നനഞ്ഞു പോകുന്നുണ്ട്. അനുഭവം തന്നെയാണ്. അതെ. അതുപോലെ കുറ്റവാളി എന്നൊരു കഥ എഴുതിയിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ കഥ. അതിനുശേഷം താങ്കൾ ജയിലിൽ പോയിട്ടുണ്ടോ? 15 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാമോ? 15 ദിവസം പോയ ഒരു സിറ്റുവേഷൻ. ജഡ്ജിക്ക് ആളെ ജയിലിലേക്ക് അയച്ചാലും പോരാ, അവിടുത്തെ അനുഭവം ഒന്ന് വർണ്ണിച്ച് കേൾക്കാൻ. അത് അല്ല, മോഷണ കേസിലൊന്നല്ലല്ലോ പോയത്. അല്ല, എന്നാലും നിങ്ങൾക്കിപ്പോൾ ശിക്ഷിക്കാൻ കഴിയും. അതെ അതെ. പൂപ്പാതിരിയുടെ നനഞ്ഞ ചില്ലയിലിരുന്ന് പാടുന്ന കാട്ടുപുള്ളിൻ്റെ സംഗീതം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കൊഴിഞ്ഞു വീണ പൂക്കളും ഇലകളും അവൻ കാണുന്നുണ്ടായിരുന്നില്ല. ഇത് ഏത് കഥയിലെ ആരെഴുതിയതാണ്? ഏത് കഥയിൽ പത്മനാഭൻ എഴുതിയതാണ് കഥ? അത് ആ ഉത്തരം ശരിയാണ്. പക്ഷേ ഏത് കഥയെന്ന് അങ്ങക്ക് ഓർമ്മയുണ്ടോ? വീട് നഷ്ടപ്പെട്ട കുട്ടിയിൽ ആ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. വല്ലാത്തൊരു ദയാവായ്പിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു ഇത് തന്നെയാണ്. അതുപോലെ അമ്മയാണ് അവനെ ഈ ലോകത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളിൽ നിന്നും കേൾവിയിൽ നിന്നും അകറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അമ്മയെ അവൻ വെറുക്കുന്നുമില്ല. എന്തോ ഗൗരവമായ മറ്റ് തെറ്റുകളൊക്കെ കണ്ടെത്തിയിട്ടും കഥാകൃത്ത് ഈ അമ്മയെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം ഈ സ്ത്രീകളോടുള്ള ദയാവായ്പിൻ്റെ എല്ലാ കഥകളിലും കാണുന്ന അത് തന്നെയാണോ, അതോ അമ്മ കുറ്റക്കാരിയാണോ ആ വീട് നഷ്ടപ്പെട്ട കുട്ടിയിൽ? കുറ്റക്കാരി എന്ന് ജഡ്ജ് ചെയ്യാൻ ഞാൻ തുനിയുന്നില്ല. FACTയിൽ താമസിച്ചിരുന്ന കാലത്ത്, ടൗൺഷിപ്പിൽ താമസിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരനുഭവമാണ്. ഈ കുട്ടി ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യൻ്റായ കുട്ടിയായിരുന്നു. പക്ഷെ പതുക്കെ അവൻ ഒറ്റപ്പെട്ടു തന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നു. കാരണം അമ്മയുടെ ഈ വിഷമം അവന് മനസ്സിലായി. അതുപോലെ ഒരു കഥയിൽ ഈയിടെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മാടായുടെ ഒരു ലേഖനത്തിന് ശേഷമാണ്. പൊതുജനം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ ഒരു വലിയ സമൂഹം അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്. തിരിച്ചെത്തിയ ഉടനെ അവൾ എഴുതി, ഇന്നലെ യാത്രയുടെ ക്ഷീണം ഞാൻ അറിഞ്ഞതേയില്ല.
എൻ്റെ ഒപ്പം ആരാണ് ഉണ്ടായിരുന്നതെന്നോ പറയില്ല, എനിക്കറിയില്ല. ഞാൻ ആകെ മാറിയിരിക്കുന്നു. ഈ സ്നേഹം മധുരമായ വേദന തന്നെ. അങ്ങ് ഒരിക്കൽ എഴുതിയില്ലേ, വേദനയോടുകൂടി സ്നേഹിക്കുന്നുവെന്ന്. എത്ര ശരി, അത് ഞാനിപ്പോഴറിയുന്നു. ധർമ്മസങ്കടങ്ങളുടെ നടുവിലും പേരിടാനാവാത്ത ആഹ്ലാദം. ഗൗരിയിലെ വാചകങ്ങൾ. ഇനിയൊരു ചോദ്യം ചോദിക്കാം. ആരാണ് ഗൗരി? ഗൗരി ഒരു സ്ത്രീയായിരുന്നു. ആ ചോദ്യത്തിൽ, ആ ഉത്തരത്തിൽ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പപ്പേട്ടൻ്റെ വായനക്കാർ സംതൃപ്തരല്ല എന്നാണ് അവരിൽ നിന്നുള്ള അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവരുടെ മുഖം കാണുമ്പോൾ അറിയാം അതിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല ആ ഉത്തരത്തിൽ. സ്ത്രീയായിരുന്നു എന്നുള്ളത് ശരി, അതെ അതെ, ഉത്തരം അപൂർണമാണെന്നാണ് നിയമസഭാ സെക്രട്ടറി പോലും പറയുന്നത്. ആരായിരുന്നു ഗൗരി? താഹമാഡയുടെ ഇൻ്റർവ്യൂവിൽ അങ്ങ് അത് സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി കൂടി. അതൊരു തെറ്റായ ഒരു പ്രവണതയൊന്നുമല്ല, അല്ലെങ്കിൽ തെറ്റായൊരു രീതി ഒന്നുമല്ല. കഥ അത്രയും കാലം മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്നതുകൊണ്ട് അത് അറിയാനുള്ള അങ്ങേയറ്റത്തെ ഒരാഗ്രഹം, അതാണ്. അല്ലെങ്കിൽ വേണ്ട, ഗൗരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലേഖനത്തിലെ 1-2 വരികൾ പറയാമോ? ഞാൻ ചോദിച്ച ചോദ്യത്തിൽ 3-4 കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഗൗരിയുണ്ട്, പ്രണയമുണ്ട്, പ്രണയലേഖനമുണ്ട്, അതിൽ നല്ല വരികളുണ്ട്. അപ്പോൾ ഗൗരിയുടെ പ്രണയലേഖനത്തിലെ ഏതെങ്കിലും വരികൾ ഓർമ്മയുണ്ടോ? വരികൾ തന്നെയാണ് നിങ്ങൾ വായിച്ചത്. ദയവ് ചെയ്ത് കൂടുതൽ ചോദിച്ച് എന്നെ ബന്ധനസ്ഥനാക്കി. ഞാൻ ചോദിക്കാൻ കാരണം താഹമാഡയുടെ ആ ഒരു ലേഖനം പുറത്തു വന്നതുകൊണ്ട് ആ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ഞാൻ പപ്പേട്ടോട് ചോദിച്ചത്. ഏതായാലും അത്രമേൽ പ്രണയവും അതിലേറെ ആത്മസംഘർഷവും ഈ പ്രണയം സമ്മാനിച്ചു എന്ന് ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാവരും പറയുന്നു ഗൗരിയാണ് നല്ല കഥ എന്ന് പറയുന്നതും. ഇപ്പോഴും ഏതാണ് നല്ല കഥ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ വായനക്കാർക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ഗൗരിയാണ്. പക്ഷെ അങ്ങയുടെ അഭിപ്രായത്തിൽ ഗൗരിയല്ല, കടലാണ്. കടൽ എന്ന് പറഞ്ഞാൽ ഗൗരിയുടെ ഒരു എക്സ്റ്റൻഷനാണ് എന്നൊക്കെയാണ് അങ്ങയുടെ അഭിപ്രായം. ഇത് ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണോ? ശരിയാണ്. അതാണ്. ഗൗരി എന്തുകൊണ്ട് ഗൗരി അത്ര ഗൗരവമായിട്ട് അങ്ങെടുക്കാത്തത്? കടലിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിപ്പോഴും ഗൗരിയാണ് ഇഷ്ടം. അങ്ങ് പക്ഷേ കടലിലാണ് ശ്രദ്ധിക്കുന്നത്. കടലാണ് നല്ലത് എന്ന് പറയുകയാണ്. ഒരു ശില്പം എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും കറുതീർന്ന ഒരു ശില്പം എന്ന നിലയിൽ കടലാണ് ഏറ്റവും മികച്ച ഒരു കഥ. കടലാണ്. എല്ലാ കഥകളും പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാറുണ്ടോ? എഴുതിയത് മുഴുവൻ എല്ലാ കഥകളും? അതായത് ചിലതൊക്കെ ഇപ്പോൾ നമ്മുടെ സംവിധായകൻ ശ്രീനിവാസൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഞാനാണ് സിനിമാ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് എന്നാണ്. അതിൻ്റെ കാരണം അദ്ദേഹം 10 തിരക്കഥകളിലും എഴുതി കഴിഞ്ഞാൽ അതിലൊന്ന് മാത്രമേ അത് സിനിമയാക്കാൻ പോകാറുള്ളൂ. ബാക്കി 9 എണ്ണം അദ്ദേഹം കീറിക്കളയും. അങ്ങനെ കീറിക്കളയുന്നതുകൊണ്ട് അദ്ദേഹം വലിയൊരു സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരുപാട് കഥകൾ എഴുതി ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ എന്ന് തോന്നിയാൽ അത് കളയുകയും ആവശ്യമുള്ളത് അല്ലെങ്കിൽ നല്ലത് എന്ന് തോന്നുന്നത് മാത്രം പ്രസിദ്ധീകരിക്കാൻ നൽകുകയും അങ്ങനെയാണോ? അതോ? ഇത് ചോദിക്കാൻ കാരണം അങ്ങയുടെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് കഥകൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാനുസ്ക്രിപ്റ്റിൽ കാര്യമായ തിരുത്തലുകൾ വരുത്താറില്ല. കാരണം ഈ കഥ ഉരുവം കൊള്ളുന്ന അന്ന് മുതലേ മനസ്സിലിട്ടുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും അതിൻ്റെ എല്ലാ തിരുത്തലുകളും നടത്തിയതിന് ശേഷമേ കടലാസുകളിലേക്ക് എഴുതാറുള്ളൂ എന്ന് അങ്ങ് എഴുതി. സത്യമാണ്. ഇപ്പോഴും എപ്പോഴും. അപ്പോൾ എഴുതാത്ത കഥകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാത്ത കഥകൾ ഉണ്ടോ? ഈ പ്രസിദ്ധീകരിക്കാത്ത കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായിട്ട് കഥകൾ മനസ്സിലെഴുതും.
അവിടെ തന്നെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കള്ളറയിലേക്ക് അത് തള്ളും. അതവിടെ നിൽക്കും. എത്രയോ കാലം, ചിലപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഞാനത് റിട്രീവ് ചെയ്യും. എഴുതും. എഴുതൽ മുഴുവൻ മനസ്സിൽ കഴിച്ചതിന് ശേഷമേ കടലാസിലാക്കുകയുള്ളൂ. പിന്നെ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മലയാളത്തിൽ ഒരു 10-75 കൊല്ലമായി ഞാനുണ്ട്. മലയാളത്തിലെ ഏതൊരു കഥാകൃത്ത് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലവും എനിക്കൊരു കഥക്ക് കിട്ടുന്നുണ്ട്. സത്യമാണ്. മലയാളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ വിശേഷാൽപ്പതിക്കുള്ള കഥയൊന്നുമല്ല. ഓർഡിനറി ഇഷ്യൂ ആയാലും വളരെ വലിയ എന്ന് വെച്ചിട്ട് ഞാൻ കാശിനോടുള്ള ആർത്തി കൊണ്ട് തുരുതുരെ എഴുതുന്നില്ല. ഈ 75 കൊല്ലക്കാലത്തെ കഥ കട്ടിച്ച് ഒരു 200 എത്തും. അത്രയേ ഉള്ളൂ. അത്രേ എഴുതിയിട്ടുള്ളൂ ഞാൻ. ഇപ്പോൾ ഈ ഹൃദയത്തിൽ എത്ര കഥകളുണ്ട്? ശസ്ത്രക്രിയ അങ്ങനെയൊന്നുമില്ല. ചില ചെറുതായി വിമർശന മേഖലയിലേക്ക് കിടക്കാം. അങ്ങയുടെ കഥകളെ പലരും വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ സാഹിത്യവാരഫലത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങയെക്കുറിച്ചല്ല ഈ എഴുതിയത്, മഷി കോരി ഒഴിച്ചാൽ കഥയാകുമോ എന്ന് ഒരു കഥാകൃത്തിനെ സംബന്ധിച്ച്, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കഥാകൃത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കഥാകൃത്തിനെക്കുറിച്ച് കൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തലേ ദിവസം കുപ്പിച്ചില്ലും മുള്ളും കല്ലുമാണ് കഴിച്ചത്. അതായത് അത്രയേറെ ദഹിക്കാതെ കിടക്കുകയാണ്. പിന്നെ ഒരു കഥാകൃത്ത്, എല്ലാം പ്രശസ്തരായിട്ടുള്ള കഥ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറയുന്നത്, ഞാൻ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, പക്ഷേ 5 തവണ വായിച്ചിട്ടും എനിക്കിത് മനസ്സിലായില്ല, ഈ കഥ വായിച്ചിട്ടും മനസ്സിലായില്ല. പക്ഷെ അങ്ങയുടെ കഥകൾ ഈ ചെറിയ കുട്ടികൾ പോലും, 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും, അല്ലെങ്കിൽ കോളേജ് അധ്യാപകരോ ഉയർന്ന നിലവാരമുള്ള ആളുകൾ പോലും ഒരേ രീതിയിൽ വായിച്ചു പോകും. ഇതിനെയാണോ വിമർശിക്കുന്നത്? ലളിതമായ ഭാഷ അങ്ങയുടേതാണ് എന്ന രീതിയിലാണോ വിമർശിക്കുന്നത്? അതോ അതിൽ ചെറിയ നേരത്തെ ഉദ്ദേശിച്ച ദയയെക്കുറിച്ചൊക്കെ വളരെ ചെറിയ ഒരു കാര്യത്തെ പറ്റി അങ്ങ് എഴുതുന്നതിനെ കുറിച്ചാണോ അങ്ങക്കെതിരെയുള്ള വിമർശനം? ഈ സോഷ്യൽ മീഡിയയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, പൊതുവെയുള്ള ഇന്നേ വരെയുള്ള അങ്ങയുടെ കഥകൾക്കെതിരെയുള്ള ചെറിയ വിമർശനങ്ങളെ സംബന്ധിച്ച, അതായത് അങ്ങയുടെ കഥകൾ വളരെ ചെറിയ ഒരു കാര്യത്തെ നേരത്തെ ദയ എന്ന കഥ തന്നെ വളരെ ചെറിയ കഥയാണ്. പക്ഷേ അത് വായിച്ചതിന് ശേഷം നമ്മൾ മറന്നു വെച്ചത് എടുക്കാൻ പോകുന്നത് പോലെ ആ കഥയിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് അതിൻ്റെ എഴുത്ത് രീതി. അങ്ങനെയാണ്, വളരെ ചെറിയ രീതിയിലാണ്. അങ്ങയുടെ കഥകൾക്കെതിരെയുള്ള വിമർശനം ഏത് രീതിയിലാണ് കാണുന്നത്? അത് ഏത് മേഖലയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്? പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമെന്നറിയില്ല. ഐ ആം നോട്ട് ബോതേഡ്. സത്യത്തിൽ അതാണ്. ഹെൻറി പറഞ്ഞത് തന്നെയാണ്. ഐ ആം നോട്ട് ബോതേഡ്. നിങ്ങൾ കൃഷ്ണൻ നായരെ പറ്റി പറഞ്ഞു. കൃഷ്ണൻ നായർ എഴുതിയത് മുഴുവൻ എനിക്ക് പോലും നാണമുണ്ടാകത്തക്കവണ്ണം അത്രയും എന്നെ പ്രശംസിച്ചുകൊണ്ടാണ്. പക്ഷേ എനിക്ക് കൃഷ്ണൻ നായരുടെ എഴുത്തിനെ അല്പം പോലും മതിപ്പില്ല എന്നതാണ് സത്യം. കാരണം അത് മുഴുവൻ അത്യുക്തിയാണ്. അത് മുഴുവൻ എന്നെ വിമർശിച്ചെഴുതിയിട്ട് അദ്ദേഹത്തോടുള്ള കുനിട്ടുകൊണ്ടല്ല. എന്നെ വിമർശിച്ചിട്ടില്ല, എന്നെ വാനോളം പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. ആകാശത്തിലെ വൈരക്കല്ല് പോലെ തിളങ്ങുന്നു. എന്നിട്ട് പൊറ്റേക്കാട്ടിൻ്റെയും
അതുപോലെ ഏറ്റവും വലിയ 2-3 ആളെ പേര് പറഞ്ഞ് അതൊക്കെ എവിടെ, പത്മനാഭൻ്റെ കഥ എവിടെ എന്നൊക്കെ എഴുതിയ കക്ഷിയാണ്. ഇതൊക്കെ അത്യുക്തിയാണ്, അത്യുക്തി. പിന്നെ അദ്ദേഹം വായിച്ചിട്ടാണോ എഴുതുന്നത് എന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയം. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ച് അവരെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? അതിലെ ഒരു ക്ലൂ ഞാൻ അങ്ങ് ഇട്ട് തരികയാണ്. ഒരു കവി എസ് ജോസഫിൻ്റെ ഒരു ഈയിടെയുള്ള ഒരു കുറിപ്പ് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എഴുതുന്നത്, മുട്ട ഇട്ട ശേഷം കൊക്കിപ്പാറി നടക്കുന്ന കോഴികളെ പോലെയാണ് എഴുത്തുകാർ എന്നാണ്. അതായത് കഥ എഴുതി കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുക, 4 ആളെ അറിയിക്കുക, അത് കഥാകൃത്ത് തന്നെ ചെയ്യാണ്, മറ്റുള്ളവരല്ല. വായിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ആണല്ലോ പഴയ രീതി. പക്ഷേ ഇപ്പോഴത്തെ രീതി എഴുത്തുകാരൻ തന്നെ ഇതിനെല്ലാം ഉത്സാഹിക്കണം എന്നുള്ളൊരു രീതിയാണ്. അങ്ങയുടെ അഭിപ്രായം എന്താ പുതിയ എഴുത്തുകാരെ സംബന്ധിച്ച്? ഒരുപാട് പുതിയ എഴുത്തുകാരുണ്ട്, നല്ല കൃതികളും വരുന്നുണ്ട്. എനിക്കിനി ഈ ഭൂമിയിൽ തീർച്ചയായും അധികകാലം ഉണ്ടാവില്ല. ആ കാലം ഞാൻ സമാധാനത്തോടെ പോയിക്കോട്ടെ. എന്തിനാ ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങേക്ക് ഈ നിലവിൽ ഉദ്ദേശം എത്ര ശത്രുക്കളുണ്ട്? ശത്രുക്കളില്ലാത്ത അജാത ശത്രുവല്ലേ ഞാൻ. ശത്രുക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ? അതായത് വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങയുടെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല, ഉള്ളത് ഉറക്കെ വിളിച്ചു പറയും. അതിൽ ശത്രുക്കളെ ഉണ്ടാക്കാറുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉള്ളതുപോലെ പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാറുണ്ട്. അതിന് ഉത്തരം നേരത്തെ പറഞ്ഞത് ഐ ആം നോട്ട് ബോധർ. ഓക്കെ. അങ്ങയുടെ സന്തത സഹചാരി രാമചന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ച് കഥകൾ എഴുതിയിട്ടുണ്ടോ? 50-ൽ ചില്ലാനം കഥകൾ. എന്നിട്ട് അദ്ദേഹം അത് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? 50-ൽ കൂടുതൽ കഥകൾ എഴുതിയിട്ട്. നമ്മുടെ സ്പീക്കർ ഉണ്ടോ ഇവിടെ? ഉണ്ട്. രാമചന്ദ്രനെ കുറിച്ച് ഒരു പുസ്തകം മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംഷീറാണ്. കഥകൾ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ, രാമചന്ദ്രനെ പറ്റി. അദ്ദേഹം അത് വായിച്ച അഭിപ്രായം പറയാറുണ്ടോ? ഈ 50-ൽ ചില്ലാനം കഥകൾ എഴുതിയിട്ടും ഒരൊറ്റ കഥ പോലും ഈ മഹാഭാവി വായിച്ചിട്ടില്ല എന്നതാണ്. അതിന് അവനൊരു സമാധാനമുണ്ട്. ഒരു വീട്ടിൽ എല്ലാവരും ഒന്നും വായിക്കണ്ട, എൻ്റെ ഭാര്യയും മകളും വായിക്കുന്നുണ്ട്, പിന്നെ ഞാനും കൂടി എന്തിനാ വായിക്കുന്നത് എന്നതാണ് രാമചന്ദ്രൻ്റെ സമാധാനം. അങ്ങ് നോവലൊന്നും എഴുതിയിട്ടില്ല. നോവൽ എഴുതിയിട്ടില്ല ഇപ്പോൾ എല്ലാ പുസ്തകത്തിൻ്റെയും ആദ്യത്തെ പേജ് നോക്കുമ്പോൾ ജനനം മുതൽ എഴുതിയിട്ട് വന്ന് അവസാനത്തെ വാക്ക് നോവൽ എഴുതിയിട്ടില്ല. അത് പ്രത്യേകം എടുത്തു പറയണം. എന്തിനാ അങ്ങനെ ഒരു നോവൽ എഴുത്തുകാരെ ഇഷ്ടമല്ലേ? ദൈവത്താണ്, അള്ളാണ്. ഞാൻ എഴുതുന്നതല്ല അത് പബ്ലിഷർ എഴുതുന്നത് ഞാനല്ല. പിന്നെ ഇനി ചോദിച്ചതുകൊണ്ട് വേറൊന്ന് പറയാം. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിമഹത്തായ ഒരു കലാരൂപമാണ്, സാഹിത്യരൂപമാണ് നോവൽ. അതിമഹത്തായത് ഡോസ്റ്റോവ്സ്കിയും ടോൾസ്റ്റോയും വിക്ടർ ഹ്യൂഗോവും അതുപോലുള്ള ചാൾസ് ഡിക്കൻസും ഒക്കെ വിഹരിച്ച ആ മേഖലയെക്കുറിച്ച് ഞാൻ മോശം പറയൂ? ഇല്ല. പക്ഷേ ഞാൻ എഴുതാത്തത് എനിക്ക് ക്ഷമയില്ലാത്തൊരുത്തനാണ്, അക്ഷമനാണ്. ഏറി വന്നാൽ ഒരു 2 പേജ് എൻ്റെ കഥ തീർന്നു. ഒരു നോവല് 100-120 പേജിൽ നോവൽ എഴുതിയിട്ടുണ്ട്. മഹത്തായ നോവലും എഴുതിയിട്ടുണ്ട്. കിഴവനും കടലും എത്ര പേജാണ് ഉള്ളത്? പക്ഷേ പൊതുവെ നോവൽ ബൃഹത്തായ ഒരു സാഹിത്യരൂപം, വളരെ വലുതാണ് ആ ക്യാൻവാസ്. എനിക്ക് ക്ഷമ കിട്ടില്ല. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്തുകൊണ്ട് എഴുതാത്തത് എന്ന ചോദ്യത്തിന് പറഞ്ഞത്, കളവ് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആത്മകഥ എഴുതാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് ആത്മകഥ എഴുതിയിട്ടില്ല. അങ്ങയുടെ അഭിപ്രായം എന്താ? ഒന്ന്, കളവ് പറയാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും.
ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ഞാൻ ഡയറി എഴുതാറില്ല. ഈ അപ്പോൾ ഫാക്ച്വലായ എറർ ചിലപ്പോൾ അറിയാതെ കടന്നു വരാൻ പാടില്ല. വേണ്ട. പപ്പേട്ടൻ സാഹിത്യ ലോകത്താണ് കൂടുതൽ വിഹരിക്കുന്നതെങ്കിലും രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമുണ്ടോ, അതോ രാഷ്ട്രീയക്കാരായിട്ട് ബന്ധം ഇല്ലേ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ ബഹുമാനിക്കുന്നവർ രാഷ്ട്രീയക്കാരാണ്. കാരണം ഞാനും ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ ഇന്നും കോൺഗ്രസ്സുകാരനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? തീർച്ചയായും പങ്കെടുത്തിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് പങ്കെടുത്തത്? പറഞ്ഞാൽ ഒരു പുളു അടിക്കുകയാണെന്ന് പറയരുത്. മഹാത്മജി വ്യക്തി സത്യാഗ്രഹം അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. തുടങ്ങുന്നത് 1940 അന്ന് മലബാറിൽ വ്യക്തി സത്യാഗ്രഹം നടത്തിയത്, ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് നടത്തിയത് കോഴിപ്പുറത്ത് മാധവ മേനോൻ, കുട്ടിമാളു അമ്മ, കുഞ്ഞിരാമക്കുറുപ്പ് മൂന്നാണ്. കണ്ണൂരിൽ നിന്ന് ചെറുകുന്ന് വരെ അവരുടെ കൂടെ നടന്ന അന്ന് എനിക്ക് കഷ്ടിച്ച് 9 വയസ്സാണ്. വളരെ ചെറുപ്പത്തിലെ ദിനപത്രങ്ങൾ വായിക്കുന്നുണ്ട്. വളരെ ചെറുപ്പം. ഹൂ ഈസ് ഹൂ എന്ന് നല്ലതുപോലെ അറിയാം. നല്ലതുപോലെ വിസ്തരിച്ച് പറയുന്നില്ല. ആസാദി കാ അമൃത് മഹോത്സവ് എല്ലാ പത്രങ്ങളും പ്രത്യേക ഇഷ്യൂസ് ഇറക്കിയിരുന്നു. മാതൃഭൂമിയും മനോരമയും എന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിൽ ഈ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 42 ഒരാഴ്ച എൻ്റെ വിദ്യാലയത്തിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് ജയിലിലേക്ക് അയക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ചെറിയ ചിന്ന പയ്യന്മാർ അല്ല. സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂളിലെ ചുമരിലൊക്കെ എഴുതി വെച്ചു മുദ്രാവാക്യം, ഡു ഓർ ഡൈ, ക്വിറ്റ് ഇന്ത്യ എല്ലാം. അതിനുശേഷം 42 അത് 40 മുതൽ ഇന്ന് വരെ ഖാദി ധരിക്കുന്നു. ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. പലതും എത്രയോ തവണ അറബ് രാജ്യങ്ങൾ മുഴുവൻ പോയി. UAE മാത്രം 19 തവണ, ബഹ്റൈൻ 6 തവണ, സൗദി മുഴുവൻ 1 തവണ, അങ്ങനെ എല്ലാം. പിന്നെ അമേരിക്ക 2 തവണ, ടോട്ടൽ 3 മാസം. റോഡ് മാർഗം പല ദിക്കിലും. കാനഡ 2, ഇംഗ്ലണ്ട് 2 തവണ, എല്ലാം പോയി. അവിടെയൊക്കെ ഈ ഖദർ ഷർട്ടും മുണ്ടുമായിട്ടാണ്. ഈ ഖദർ ധരിച്ച് യാത്ര ചെയ്ത സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? കോർഫക്കാനിൽ വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അത് ഖദറല്ല, മുണ്ടായതുമുണ്ട്. ഒരിക്കൽ ഞാൻ UAE എല്ലാ എമിറേറ്റ്സിലും പോയിട്ടുണ്ട്. സാധാരണ ആളുകൾ ദുബായ്, അബുദാബി, ഷാർജ തീർന്നു. കഴിയെങ്കിൽ ദുബായ് മാത്രം. ഇതല്ല, എല്ലാ എമിറേറ്റ്സിലും പോയിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കോർഫുഖാനിൽ വെച്ച് അവിടുത്തെ സ്റ്റേറ്റിൻ്റെ അതിർത്തി സേനയിൽപ്പെട്ട ഒരു അറബി ഉദ്യോഗസ്ഥൻ, ഇംഗ്ലീഷൊന്നും അറിയില്ല അയാൾക്ക്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടു. പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഞാൻ കൈവശം വെച്ചിട്ടില്ല. പിന്നെ
അറബികൾക്ക് ഏറ്റവും നിഷിദ്ധമാണ് മുണ്ട് മാടിക്കെട്ടൽ. ഞാൻ മുണ്ടുടുത്ത ഉടനെ തന്നെ അത് മാടിക്കെട്ടും. അതൊരു ശീലമാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ വരും. അറബികൾക്ക് ഇഷ്ടമല്ല അത്. പലപ്പോഴും പലതിക്കുന്നു അവർ ബാറ്റൺ കൊണ്ട് ചീത്തയും പറഞ്ഞിട്ട് അത് താഴ്ത്തിയിട്ടുണ്ട്. ഈ അറബിക്ക് ഇതൊക്കെ ആയിരിക്കാം എന്നോടൊരു പ്രത്യേക. പിന്നെ അറബി വിടില്ല എന്നുള്ള നിലയായി. അറബി വിടില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയോ ഭാഗ്യം തുണച്ചു. അവിടുത്തെ ഇവൻ എന്നെ കൂട്ടിയിട്ട് മേലുദ്യോഗസ്ഥൻ്റെ അടുക്ക പോയി. പക്ഷെ അയാൾ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഒരാളാണ്. ആ അറബി നല്ല സഹൃദയനാണ്. പിന്നീട് മനസ്സിലായി, മറ്റൊരു മലയാളി ഉദ്യോഗസ്ഥനിൽ നിന്ന് മനസ്സിലായി അയാൾ ഒരു കവിയുമാണെന്ന്, കവിതയൊക്കെ എഴുതുന്ന ആളാണെന്ന്. അപ്പം ആ കക്ഷി ഇയാളോട് പറഞ്ഞു കൊടുത്തു മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണെന്ന്. അപ്പോൾ ബഹുമാനപൂർവ്വം ഇരുത്തി മലയാളത്തെക്കുറിച്ച് ചോദിച്ചു, കാപ്പി വരുത്തി, അങ്ങനെയൊക്കെ ആയി. പിന്നീട് വിസയും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ഒരു വിഷമവുമില്ലാതെ ഞാൻ യാത്ര തുടരുകയും ചെയ്തു. നമുക്ക് ഈ ലഘു സംഭാഷണം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അവസാനമായി പപ്പേട്ടനോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇത് നമ്മുടെ നിയമസഭ 3ാമത്തെ എഡിഷൻ വളരെ സക്സസ്ഫുള്ളായി ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണല്ലോ. അങ്ങയുടെ ഒരു മെസ്സേജ് എന്താ, ഒരു അഭിപ്രായം എന്താ? ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തോ ലോകത്തോ എവിടെയും ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിൻ്റെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഇത്തരം ഒരു സംരംഭം എവിടെയും നടന്നതായി നമ്മുടെ ഓർമ്മയിലോ വായിച്ചിട്ടോ എവിടെയും ഒന്നുമില്ല. പക്ഷേ അത് ഉന്നത നിലവാരത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെയാണ്. അത് അദ്ദേഹം വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല. അത് സ്റ്റാഫ് മാത്രം ഉത്സാഹിച്ചിട്ട് കാര്യമില്ല, അതിന് മുൻപന്തിയിൽ ഒരാൾ നിൽക്കണമല്ലോ. അങ്ങയുടെ ഒരു അഭിപ്രായത്തോടു കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സഭ ടി വിയുടെ ജോലിക്കാർ എൻ്റെ അടുക്കൽ വന്ന് ഒരഭിപ്രായം ചോദിച്ചു. ഞാൻ എക്സ്റ്റംപോറായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞാനതിൽ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വിചിത്രമായ ഒരു അനുഭവം, വളരെ വിചിത്രം. ഞാൻ നല്ലപോലെ ദിനപത്രങ്ങളും ചാനലുകളും അതൊക്കെ വായിക്കുന്നവനാണ് നല്ലപോലെ. എൻ്റെ അനുഭവത്തിൽ, അറിവിൽ ഇങ്ങനെയൊന്ന് ഞാൻ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നിയമസഭാ ഉദ്യോഗസ്ഥർക്ക് എന്തിനാണ് ഈ സാഹിത്യം നടത്തുന്നത്, പുസ്തക പ്രകാശനങ്ങൾ സംഘടിപ്പിക്കുക? പീനൽ കോഡിലൊന്നും അതിന് എതിരായിട്ടൊരു സെക്ഷനുമില്ല, അത് കുറ്റകരമൊന്നുമല്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇന്ത്യയിലുമില്ല, എവിടെയെങ്കിലും ഉള്ളതായിട്ട് കേട്ടിട്ടുമില്ല. ലോകത്തെവിടെയും അങ്ങനെ ഉള്ളതായി കേട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തിയായി രണ്ടാളെയാണ് പറഞ്ഞത്. ഒന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. അതുകൊണ്ടല്ല, ഞങ്ങൾ എത്രയോ കാലമായി അറിയുന്നവരാണ്, എത്രയോ കാലമായി അറിയുന്നു. പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്, പലപ്പോഴും ഇണങ്ങിയിട്ടുമുണ്ട്. പിന്നെ രണ്ടാമതായി പറഞ്ഞത്, പേരെടുത്ത് പറഞ്ഞത്, എനിക്ക് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും അറിയില്ല,
പേഴ്സണലായിട്ട് പരിചയമില്ല. പിന്നെ പറഞ്ഞത് നിങ്ങളെയാണ്. വേണമെങ്കിൽ ഞാനും കൈയടിക്കാം. അപ്പോൾ പപ്പേട്ട നന്ദി. ഞങ്ങൾ നിയമസഭയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ എല്ലാ പ്രായാധിക്യമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ട് ഇത്രയും ദൂരം ഈ പരിപാടിക്ക് പങ്കെടുക്കുകയും ക്ഷീണം മറന്നുകൊണ്ട് തന്നെ എല്ലാം സഹകരിച്ച് സംസാരിക്കുകയും നല്ല ഒരു പ്രോഗ്രാമായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങേക്ക് എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി സാർ. ലോക സാഹിത്യ രംഗത്ത് എക്കാലവും പ്രകാശം പരത്തുന്ന മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ സാറിനും നമ്മുടെ മുൻ നിയമസഭാ സെക്രട്ടറിയും ഡിസ്ട്രിക്ട് സെക്ഷൻ ജഡ്ജിയുമായ ശ്രീ എം ബഷീർ സാറിനും കേരള നിയമസഭയുടെ ഉപഹാരം സമർപ്പിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിലേക്കായി ശ്രീ ടി പത്മനാഭ സാറിനെയും ശ്രീ എം ബഷീർ സാറിനെയും ക്ഷണിക്കുന്നു. പുസ്തകോത്സവം പുതിയൊരനുഭവം അക്ഷരോ